നാരായണ ഗുരുവിനും ഗുരു പരമ്പരയ്ക്കും പ്രണാമം. എല്ലാ ആത്മസഹോദരർക്കും നമസ്കാരം. അദ്വൈത ദർശനത്തിൻ്റെ പ്രത്യേകത ആത്മോപദേശ ശതകത്തിൽ സമസ്ത പ്രപഞ്ചത്തെയും അതിലെ ജീവിതത്തെയും സംബന്ധിക്കുന്ന ആത്യന്തികമായ പൊരുൾ എന്തെന്ന് വെളിപ്പെടുത്തുന്നതാണ് നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനം. സത്യദർശനത്തിൻ്റെ സ്വരൂപം വ്യക്തമാക്കിക്കൊണ്ട് ഗുരു എഴുതിയ സുപ്രധാന ദാർശനിക കാവ്യമാണ് ആത്മോപദേശ ശതകം. ഗുരുവിൻ്റെ തപസാധന സഫലമായി തീർന്നതിൻ്റെ പരിണിത ഫലമാണ് അമൂല്യമായ ഈ കൃതി. ആധുനിക ശാസ്ത്ര ദൃഷ്ടിയുമായി കൈകോർത്തുകൊണ്ട് തൻ്റെ സത്യദർശനം ഗുരു അവതരിപ്പിച്ചിരിക്കുന്നു. ശാസ്ത്രത്തെയും അപരോക്ഷ അനുഭൂതിയെയും നടുനിലയിലുള്ള മാനുഷിക മൂല്യമായ ആനന്ദത്തിൽ ഇണക്കിച്ചേർത്ത ആത്മജ്ഞാനിയാണ് നാരായണ ഗുരു. പരമവും അദ്വയവുമായ പൊരുളിനെ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പരമാനന്ദമായി അനുഭവിച്ചറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയതാണ് ഗുരുവിൻ്റെ സത്യദർശനം. അതിനനുയോജ്യമായ തരത്തിൽ ദ്വൈതങ്ങളിലേക്ക് വഴുതി വീഴാതെ നിഷ്പക്ഷമായി നിൽക്കുന്നതും അനിഷേധ്യമായ ഒരു തത്വത്തെ സർവ അധിഷ്ഠാനമാക്കിക്കൊണ്ട് സകലതിനെയും അറിവിൽ സമന്വയിച്ച് കാണുന്നതുമാണ് ഗുരുവിൻ്റെ സമീപന രീതി. ഗുരുവിൻ്റെ സത്യദർശനത്തിന് ഒരു സ്വരൂപ ഘടനയുണ്ട്. അതിൽ പല വിരുദ്ധ വശങ്ങളും പാരസ്പര്യപ്പെട്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ വിപരീത ഭാവങ്ങളെ ഏകമായ സത്യത്തിൽ സമന്വയിച്ച് ദർശിക്കുന്ന സൂക്ഷ്മവും സത്യ അവബോധം കൈവരുത്തുന്നതുമായ ചിന്താരീതി ഗുരുവിൻ്റെ ചിന്തയെ ശാസ്ത്രത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്നു. അറിവിൻ്റെ സന്ദർഭത്തെ ആകവേ എടുത്താൽ അതിൻ്റെ രണ്ട് ധ്രുവങ്ങളാണ് സംശയദൃഷ്ടിയും വിശ്വാസവും. പരസ്പരം പിണങ്ങി നിൽക്കുന്ന ഈ രണ്ട് ധ്രുവങ്ങളെ ഇണക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് അദ്വയമായ ഒരു തത്വസമീക്ഷയ്ക്കാണ്. ശാസ്ത്രത്തിൽ അറിവിനെ സുനിശ്ചിതമാക്കുന്നത് പ്രത്യക്ഷ അനുഭവങ്ങളാണ്. അതേസമയം ആത്മജ്ഞാന അനുഭൂതിയുടെ സുനിശ്ചിതത്വം അറിയുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഈ രണ്ട് സുനിശ്ചിതത്വങ്ങളും ഉണ്ടാകുന്നത് നിരുപാധികവും കേവലവുമായ അറിവിൽ തന്നെയാണ്. ഇങ്ങനെ സംശയദൃഷ്ടിയും വിശ്വാസവും പരസ്പരം നിരാകരിച്ച് അദ്വയ സത്യത്തെ വെളിപ്പെടുത്തി തരുന്ന യോഗയുക്തമായ സമീപന രീതിയാണ് നാരായണ ഗുരുവിൻ്റേത്. അദ്വൈത സത്യം അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. അത് എങ്ങനെ അനുഭവിച്ചറിയാം എന്ന് 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളിൽ ഗുരു വ്യക്തമാക്കുന്നു. ആധുനിക ശാസ്ത്രരീതിയിൽ ഗുരു ഒരു പരീക്ഷണ സന്ദർഭം അവതരിപ്പിക്കുന്നു. പരീക്ഷണം അവസാനിക്കുന്നത് ആത്മാവിന് ഒരു നിർവചനം നൽകിക്കൊണ്ടാണ്. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാവ് അറിവതുതാൻ. സാമ്പ്രദായിക അദ്വൈത വേദാന്തത്തിൽ ആത്മാവല്ലാത്തതെന്ത് എന്ന തരത്തിൽ നിഷേധാത്മകമായി നിർവചിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ആത്മാവ് എന്താണ് എന്ന് നേരിട്ട് തന്നെ ഗുരു നിർവചിക്കുന്നു. വേദാന്ത ചിന്തയ്ക്ക് ഗുരു നൽകിയ സംഭാവനയാണിത്. അവരവരിൽ തന്നെ സത്യമായിരിക്കുന്നത് എന്താണ്, അഥവാ ആത്മാവ് എന്താണ് എന്നത് ന്യായങ്ങൾ കൊണ്ടോ പ്രമാണങ്ങൾ കൊണ്ടോ എത്തിച്ചേരാവുന്ന ഒരു നിഗമനമല്ല. അത് കേവലം ആനുഭൂതികമായ ഒരു ഉൾവെളിവാണ്. ആത്മാവിനെ അറിഞ്ഞ് അറിയുന്നവൻ ആത്മാവായി തീരുന്ന ഉൾവെളിവ്. ഇത് അറിവിലും ഏറിയ അറിവാണ്. അന്വേഷകനുണ്ടാകുന്ന അനുഭൂതിയാണ്. ഉള്ളുരുവിലമർന്ന് തെളിഞ്ഞുണരുന്ന
അദ്വൈത അനുഭൂതി. ഈ അനുഭൂതിയാണ് തുര്യബോധം. തുര്യത്തിന് നിഷേധാത്മകമല്ലാത്ത ഒരു നിർവചനം ഗുരു നൽകിയിരിക്കുന്നു. അടിമുടിയേറ്റ അടിതൊട്ട് മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ഒരാൾക്ക് സ്വസത്തയുടെ അടിമുതൽ മുടിവരെ തെളിഞ്ഞു കിട്ടുന്ന അനുഭൂതി. ഈ പ്രപഞ്ചത്തിൻ്റെ അടിമുതൽ മുടിവരെ തെളിഞ്ഞു കിട്ടുന്ന അനുഭൂതി എന്നും പറയാം. നിഗൂഢമായ ആത്മസത്യത്തിൻ്റെ സമഗ്രത നിർവചനത്തിൽ തെളിഞ്ഞു കാണാം. അടിയും മുടിയുമില്ലാത്തതിനെ അടിതൊട്ട് മുടിവരെ എങ്ങനെ അറിയാനാണ്? അതാണ് ആത്മസത്യത്തിൻ്റെ നിഗൂഢത. പക്ഷേ ഈ അറിവിൻ്റെ വ്യാപ്തിയിൽ പെടാത്തതായി ഒന്നുമില്ല. ആധുനിക ശാസ്ത്രവും ആനുഭൂതികമായ ഉൾവെളിവും സമാനമായ ഒരധികരണം കണ്ടെത്തുന്ന തലമാണ് നാരായണ ഗുരുവിൻ്റെ സത്യദർശനം. അവിടെ ശാസ്ത്രീയമായ ചിന്തയും ആനുഭൂതികമായ ദർശനവും ഒന്ന് മറ്റേതിന് താങ്ങായിരിക്കത്തക്കവണ്ണവും പ്രാമാണികത നൽകത്തക്കവണ്ണവും തമ്മിലലിഞ്ഞ് ഒന്നായിത്തീർന്നിരിക്കുന്നു. ശാസ്ത്രീയമായ ആനുഭൂതികതയാണ് ഗുരുവിൽ മുഴങ്ങി നിൽക്കുന്നത്. ആത്മാവ് അറിവ് തന്നെയാണോ, അതോ തീയ്ക്ക് ചൂടെന്ന പോലെ ആത്മാവിൻ്റെ ഒരു സഹജ ഗുണം മാത്രമാണോ അറിവ്? ഇത് ഭാരതീയ ചിന്തകരുടെ ഇടയിൽ ഒരു വിവാദ വിഷയമാണ്. എന്നാൽ അറിവിൻ്റെ ഗുണങ്ങളായി സകലതിനെയും കാണുന്നതാണ് നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ സ്വഭാവം. അദ്വൈത ദർശനത്തിൻ്റെ സംശുദ്ധ ഭാവത്തെ ഏറെ ഉൾക്കാഴ്ചയോടെയാണ് ഗുരു അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ആത്മോപദേശ ശതകം 1-ാം ശ്ലോകത്തിൽ കാണാം. അടിസ്ഥാനപരമായി നോക്കിയാൽ ആന്തരിക ലോകത്തെയും ബാഹ്യലോകത്തെയും എത്ര സൂക്ഷ്മതയോടെയാണ് ഗുരു സമന്വയിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 മുള്ളടക്കി തെരുതെരെ വീണ് വണങ്ങിയോതിടേണം. ഇവിടെ അറിയുന്നവൻ എന്ന തരത്തിൽ ആന്തരികമായും അറിയപ്പെടുന്നത് എന്ന തരത്തിൽ ബാഹ്യമായും ഒരേ സമയം ഭാവരൂപമാർന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മസത്യം എന്ന് കാണാം. വ്യഷ്ടിയെന്നോ സമഷ്ടിയെന്നോ ഭേദകൽപ്പനയില്ലാത്ത ഏകമായ അറിവിനെയാണ് ഗുരു പരമസത്യമായി കാണുന്നത്. 89-ാം ശ്ലോകത്തിൽ പറയുന്നു, അറിവിലിരുന്ന് അസദസ്തി എന്ന് അസംഖ്യം പൊരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ലെന്നറിയണം. ഈ അറിവ് ഐകരൂപ്യമേകും. അറിവു തന്നെ ലോകമായിരിക്കുന്നതെങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാകും. തീ കത്തിയെരിയുമ്പോൾ തീപ്പൊരി പൊട്ടിത്തെറിക്കും. തീ തന്നെയാണ് തീപ്പൊരികളായി പൊട്ടിത്തെറിക്കുന്നത്. ഇവിടെ അറിവാണ് തീ. തീപ്പൊരികൾ കാണപ്പെടുന്ന ലോകവും. തീപ്പൊരിയിലുള്ളത് തീ തന്നെയാണ്. അതായത് ലോകമായി ഭാസിക്കുന്നത് അറിവ് തന്നെയാണ്. എന്നാൽ ലോകം അസദസ്തി എന്ന തരത്തിലാണ് ഉള്ളത്. അതായത് സ്വയം ഉണ്മയില്ലാത്തതും ഉള്ളതാണെന്ന തോന്നൽ ഉളവാക്കുന്നതുമാണ്. തീയുടെ ഉണ്മയാണ് തീപ്പൊരിയുടെ ഉണ്മ. അറിവിൻ്റെ ഉണ്മയിലാണ് ലോകത്തിൻ്റെ ഉണ്മയും ഉള്ളത്. വസ്തുക്കൾ ഉണ്ട് എന്ന അനുഭവവും ഇല്ല എന്ന അനുഭവവും നമുക്കുണ്ടാകാറുണ്ട്. ഇവ രണ്ടും അനുഭവങ്ങളാണ്. അനുഭവങ്ങൾ അറിവിനുണ്ടാകുന്ന ഭാവരൂപങ്ങളാണ്. ഒരേ അറിവിനു തന്നെയാണ് ഇല്ല എന്നും ഉണ്ട് എന്നുമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ അനുഭവങ്ങളുടെ ആകെ തുകയാണ് ലോകം. അറിവല്ലാതെ മറ്റൊരു സത്യമില്ല. ഈ അറിവ് നമ്മുടെ അനുഭൂതിയാകുമ്പോൾ ലോകം എന്നതും ഞാൻ എന്നതും ഒരൊറ്റ അറിവിൽ നിന്നും വേറല്ല എന്നുറപ്പാകും. ഈ ഐകരൂപ്യമാണ് അദ്വൈതത. ഇങ്ങനെ സകലതിനെയും അറിവിൽ സമന്വയിച്ച് ദർശിക്കുന്നത് തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ അദ്വൈത ദർശനം.
സാധാരണ വേദാന്ത സമ്പ്രദായങ്ങളിൽ ലോകത്തിനെ എല്ലാം തള്ളിക്കളഞ്ഞ് അതെല്ലാം മായയാണ്, അതിനപ്പുറത്ത് ആത്മാവുണ്ട് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ശരിയാണ്, ആത്മാവുണ്ട്. പക്ഷേ ആത്മസത്യം തന്നെയല്ലേ ലോകമായിട്ടിരിക്കുന്നത്? ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ചിന്തിക്കുന്നത് പോലും ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് ബോധത്തിന്റെ വൃത്തികളിൽപ്പെട്ടതാണ്. ഇത് ആത്മാവിൽ നിന്ന് വേറെയാണോ? അല്ല. ഉപനിഷത്തിൽ പറയും, സർവം ഖല്ലിദം ബ്രഹ്മ, സകലതും ബ്രഹ്മം തന്നെ. ആത്മൈവേദം സർവം, ആത്മാവ് തന്നെ സകലതും, അഥവാ ഞാൻ തന്നെ സകലതും. ഞാൻ എന്നതും സർവം എന്നതും ഒരു സന്ദർഭത്തിന്റെ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഏതെങ്കിലും ഒന്നിനെ മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് ഒന്നായിരിക്കുന്നത് തന്നെയാണ് സത്യം. എന്നെ മാറ്റിവെച്ച് സർവമോ സർവത്തിനെ മാറ്റിവെച്ച് ഞാനോ ഇല്ല. സർവവും ഒന്നായിരിക്കുന്നു. സർവം എന്നതാണ് പ്രപഞ്ചം അഥവാ പ്രകൃതി. അതിനിപ്പുറത്തുള്ളത് ആത്മാവ് അഥവാ ഞാൻ അഥവാ ബോധം. ഈ ബോധം തന്നെയാണ് പ്രകൃതിയായിട്ടിരിക്കുന്നത്. ആത്മോപദേശ ശതകം 71 ശ്ലോകത്തിൽ പറയുന്നു, ആകവേ അറിഞ്ഞാൽ അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ആകവേ എന്നു പറഞ്ഞാൽ പ്രപഞ്ചത്തിനെയും ബ്രഹ്മത്തിനെയും ചേർത്താണ്. സവനമൊഴിഞ്ഞ് സമത്വമാർന്നു നിൽപ്പീൽ അവനിയിലാരും അനാദിലീലയത്രേ, അവിരളമാകും ഇതാകവേ അറിഞ്ഞാൽ അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. അറിവ് അഥവാ ആത്മസത്യം പ്രപഞ്ചമായി വിലസുന്നത് ഒരു തരം പ്രസവമാണ്. അതായത് ഭാവങ്ങൾ മാറി മാറി വരുന്നു. ഇത് അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭാവങ്ങൾക്ക് സ്വയം ഉണ്മയില്ല, അവ അസത്യമാണ്. അതിലെല്ലാം നിറഞ്ഞിരിക്കുന്ന പൊരുൾ ആത്മസത്യം മാത്രമാണ്. ഈ മാറ്റങ്ങളെയും അതിൽ മാറാതെ നിൽക്കുന്ന സത്യത്തെയും ആകവേ അറിഞ്ഞവന് അതിരറ്റ ആനന്ദം ലഭിക്കുന്നു. സ്വയം വിരിഞ്ഞ് പ്രപഞ്ചമായി വിലസാതെ ആത്മാവ് അതിന്റെ ശുദ്ധമായ സ്ഥിതിയിൽ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയില്ല. അതായത് ആത്മാവ് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. നിത്യത്തെയും അനിത്യത്തെയും വകതിരിച്ചു മനസ്സിലാക്കാം. എന്നാൽ രണ്ടും രണ്ടായിരിക്കുന്ന അവസ്ഥയില്ല. സുഖവും ദുഃഖവും മാറി മാറി വരും. അതിനെയെല്ലാം ആത്മാവിന്റെ ആനന്ദ സ്വരൂപതയുടെ നാനാഭാവങ്ങളായി കാണണം. അപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും സമത്വം കൈവരും. ജീവിതം തന്നെ ആത്മരതിയുടെ നിരന്തരമായ ഒഴുക്കായി അനുഭവപ്പെടുന്ന അതിരറ്റ സുഖം ലഭിക്കും. ആകവേ അറിഞ്ഞാൽ അവന് അതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ശ്ലോകം 81 പറയുന്നു, പ്രകൃതി പിരിഞ്ഞൊരു കൂറ് ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും, ഇഹപരമാമൊരു കൂറ് ഇതന്തയാലേ വികസിതമാമിത് ഭോഗ്യവിശ്വമാകും. ഇത് അനാലിസിസ് ആണ്. അറിവിൽ അഥവാ ആത്മാവിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ക്രിയാശക്തിയാണ് പ്രകൃതി. പ്രകൃതി സ്വയം രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നു. അഥവാ അറിവിന്റെ തന്നെ ശക്തി രണ്ടായി പകുത്തു നിർത്തുന്നു. ഒരു വശത്ത് ഞാൻ അറിയുന്നവൻ അഥവാ അനുഭവിക്കുന്നവൻ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നു. അറിയുന്നവൻ എന്നുള്ള ഭാവത്തിൽ ജ്ഞാതാവ്, സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവൻ എന്ന തരത്തിൽ ഭോക്താവ്. ഭോക്താവുള്ളിടത്ത് ഭോഗ്യവിശ്വവും വേണം. ഭോക്താവ് അല്ലാതുള്ളതിനെ മുഴുവൻ ചേർത്താണ് വെളിയിലുള്ളത് അഥവാ ബാഹ്യം എന്ന് പറഞ്ഞു പോരുന്നത്. ഇങ്ങനെ ബാഹ്യമായ സകലതുമായി പ്രകാശിക്കുന്നത് ആത്മാവിന്റെ ക്രിയാശക്തിയായ പ്രകൃതി തന്നെയാണ്. ഭോഗ്യവിശ്വം ഇഹത്തിലെ പോലെ തന്നെ പരത്തിലും ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നു.
ഇഹത്തിലും പരത്തിലുമുള്ളതായ സകലതിനെയും ചേർത്ത് എല്ലാമായി പ്രകൃതി മറുവശത്ത് വികസിച്ചു നിൽക്കുന്നതാണ് ഭോഗ്യവിശ്വം അഥവാ ഇദന്ത. അങ്ങനെ ഒരേ ആത്മപ്രകൃതി തന്നെ ഒരു വശത്ത് ഭോക്താവായും മറുവശത്ത് ഭോഗ്യവിശ്വമായും വികസിച്ചു നിൽക്കുന്നു. അതാണ് പ്രപഞ്ചം. ആത്മാവല്ലാതെ അതിൽ സത്യമായി ഒന്നുമില്ല. അതായത് അഹന്തയും ഇദന്തയും കൂടി ഒരൊറ്റ അറിവിലാണ് ഉള്ളത്. ഇതെല്ലാം ഉള്ളത് ആത്മസത്യത്തിലാണ്. 84 ശ്ലോകത്തിൽ പറയുന്നു, നിരവധിയായി നിലയറ്റു നിൽപ്പതെല്ലാം അറിവിലെഴും പ്രകൃതി സ്വരൂപമാകും. അറിവിൽ നിന്ന് സ്വയം എഴുന്നു വരുന്നതാണ് പ്രകൃതി എന്നു പറയുമ്പോൾ രണ്ടും ഒന്നായി കാണണം. ആ പ്രകൃതിയിൽ ഉള്ളതാണ് നമ്മളെല്ലാ പേരും. അപ്പോൾ ലോകത്തെയും ലോകത്തെ അറിയുന്ന എന്നെയും അങ്ങനെ സർവത്തെയും ചേർത്ത് ഒരൊറ്റ അറിവിൽ നിന്ന് അഭേദമായി കാണണം. അറിവാണ് സകലതുമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ജീവിത യാഥാർത്ഥ്യത്തെയും നമ്മൾ ഒഴിവാക്കുന്നില്ല. നാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ പ്രത്യേകതയും ഇതാണ്. അത് ഒരു ജീവിത യാഥാർത്ഥ്യത്തെയും ഒഴിവാക്കുന്നില്ല. മറിച്ച് അവയെ കൂടി അറിവിൻ്റെ നാനാഭാവങ്ങളുടെ അംശമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ദർശനം. സകലതിനെയും അറിവായിട്ട് ദർശിക്കുന്ന ഒരു ദർശനം. അറിവ് ആന്തരികവും ബാഹ്യവുമായി വിലസുന്നതിൻ്റെ ഒരു ചിത്രം അറിവ് എന്ന കൃതിയിൽ വളരെ സംക്ഷിപ്തമായി ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. ഏകമായ ആത്മാവ് അഥവാ അറിവ് പൊരുളിൽ മറ്റൊന്നല്ല, താൻ തന്നെയാണ്. ആ അറിവാകട്ടെ വൃത്തിയോടുകൂടിയതായിരിക്കുമ്പോൾ അറിയപ്പെടുന്നത് എന്ന ഭാവം പകരുന്നു. അങ്ങനെയുള്ള അറിയപ്പെടുന്നത് 2 തരമുണ്ട്. അറിയാനാവുന്നതെന്നും അറിയാനാവാത്തതെന്നും. അറിയാവുന്ന അറിയപ്പെടുന്നത് 5 തരമുണ്ട്. അതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. അറിയാനാവാത്ത അറിയപ്പെടുന്നതാകട്ടെ ഒന്നായിരിക്കാനേ കഴിയൂ. അറിഞ്ഞിട്ടില്ലാത്തതും അറിയാനാകാത്തതും എങ്ങനെയാണ് പലതാകുന്നത്? ഇങ്ങനെ അറിയാവുന്ന 5, അറിയാനാവാത്ത 1, അറിവ്, അറിയുന്നവൻ, ഇതെല്ലാം ചേർന്ന് 8 ആകും. 8 ആസ്പെക്ട്സ്. അതേ ഏകമായ അറിവ് തന്നെ ആന്തരികമായി അതുപോലെ 8ആയി വിലസുന്നു. 5 ഇന്ദ്രിയജ്ഞാനങ്ങൾ, അറിയാനാവാത്തത് ഒന്നുണ്ട് എന്ന അറിവ്, ഞാൻ അറിയുന്നവനാണ് എന്ന അറിവ്, ഞാൻ അറിയുന്നു എന്ന അറിവ്. ഈ ചിത്രം അവതരിപ്പിക്കുമ്പോൾ അഹന്തയുടെയും ഇദന്തയുടെയും വശത്ത് കൃത്യമായി എത്ര ഘടകങ്ങളുണ്ട് എന്നതല്ല പ്രധാനം. ഈ ഓരോന്നും കൃത്യമായി എങ്ങനെ വിരിഞ്ഞ് വിലസുന്നു എന്നതും പ്രധാന ചിന്താവിഷയമല്ല. കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് മായമുഖാന്തരമാണ്. ഇവിടെ മുഖ്യമായി ശ്രദ്ധിക്കേണ്ടത് ആന്തരികവും ബാഹ്യവുമായ ലോകങ്ങൾക്ക് തമ്മിൽ ഒരു പ്രതിസമതയുണ്ട് എന്നുള്ളതാണ്. അതായത് ബാഹ്യമായ ലോകത്ത് എത്ര ഘടകങ്ങളുണ്ടോ അത്രയും ഘടകങ്ങൾ ആന്തരികമായ ലോകത്തുമുണ്ട്. ഈ 2 വശങ്ങളും വിരിഞ്ഞു വരുന്നത് ഒരാത്മാവിൽ നിന്ന് തന്നെയാണ്. അറിവ് വൃത്തിയോടുകൂടിയതായിരിക്കുമ്പോൾ അത് എന്തെല്ലാമായി ഭാവം പകരുന്നു എന്നു കാണിക്കുന്ന ഈ ചിത്രം ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ വിശ്ലേഷണപ്രധാനമായ ചിന്താരീതിക്ക് ചേർന്ന തരത്തിലാണ് ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അവസാന വാക്കായി ഗുരു പറയുന്നത് എന്നതും വിടുർത്തിയിടിൽ. അതായത് ഇപ്പറഞ്ഞ ആന്തരികതയ്ക്കും ബാഹ്യതയ്ക്കും അതിലെ ഘടകങ്ങൾക്കും എല്ലാം പ്രസക്തിയുള്ളത് അറിവ് വൃത്തിയോടുകൂടിയിരിക്കുന്ന സന്ദർഭത്തെ വിശ്ലേഷണം ചെയ്തു നോക്കുമ്പോൾ മാത്രമാണ്. അങ്ങനെ
വിശ്ലേഷണം ചെയ്തു നോക്കാതിരുന്നാലോ? ഏകമായ അറിവു മാത്രം സർവത്ര സർവഥാ ഭാസിക്കുന്ന ഒരു അനുഭൂതി മാത്രമായിരിക്കും അത്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. ഇത് ഗുരുവിൻ്റെ സത്യദർശനത്തിൻ്റെ മർമ്മമാണ്. ഈ ഒരൊറ്റ സത്യദർശനത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണ് ഗുരുവിൻ്റെ ദാർശനിക ചിന്ത മുഴുവൻ. ഈ സത്യാവബോധത്തെ മനുഷ്യജീവിതത്തിൽ, അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ തലത്തിൽപ്പെടുന്ന നീതിയുടെ രംഗത്ത് പ്രയോഗിച്ചാൽ എങ്ങനെയായിരിക്കും? അതാണ് ശ്ലോകത്തിന്റെ 2ാം പകുതിയിൽ പറയുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. തത്വം ജീവിതമായി മാറുമ്പോഴുള്ള സദാചാരനിഷ്ഠയാണ് ഇവിടെ പ്രകടമാകുന്നത്. ശ്ലോകത്തിന്റെ ആദ്യ പകുതിയും 2ാം പകുതിയും തമ്മിൽ യോഗാത്മകമായ ഒരു ബന്ധമുണ്ട്. ആദ്യ പകുതി സത്യദർശന സാരം, 2ാം പകുതി മനുഷ്യജീവിതത്തിൽ അതിൻ്റെ പ്രായോഗികത. ഒന്ന് തത്വവും മറ്റേത് പ്രയോഗവും. ജീവിതത്തിൽ പ്രയോഗിച്ച് അർത്ഥവത്താക്കി തീർക്കാൻ ഉപകരിക്കാത്ത തത്വചിന്ത നിഷ്ഫല ഗന്ധ പുഷ്പം പോലെയാണ്. അതുപോലെ സത്യദർശനത്തിന്റെ പിൻബലമില്ലാത്ത നീതിവ്യവസ്ഥയ്ക്ക് അടിയുറപ്പും ശാശ്വതത്വവും ഉണ്ടായിരിക്കില്ല. ഈ 2 വശങ്ങൾ തമ്മിൽ അങ്ങനെയൊരു അദ്വൈതതയുണ്ട്. ഒന്നില്ലാതെ മറ്റേതിന് മൂല്യമുണ്ടായിരിക്കില്ല എന്ന തരത്തിലുള്ള ഒരദ്വൈതത. ഒരൊറ്റ നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ തത്വവും പ്രയോഗവും ചേർന്ന് യോജിച്ച് ഒന്നായിരിക്കുന്നു. ഇത് ഗുരു ദർശിച്ച അദ്വൈതതയുടെ ഒരു മുഖമാണ്. ഇങ്ങനെ നിരവധി മുഖങ്ങളോട് കൂടിയതായി അദ്വൈതതയെ കാണാം. ഇതിൽ ഏത് മുഖമാണ് മുഖ്യം എന്ന് പറയുക സാധ്യമല്ല. ഈ അദ്വൈത മുഖങ്ങളെല്ലാം ഒരൊറ്റ അദ്വൈതതയുടേതാണ്. ഈ അദ്വൈതത സർവാധാരമായ ഏകസത്യവും നമ്മളും നമ്മൾ ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ ലോകവും തമ്മിലുള്ള അഭേദതയാണ്. അറിവിന്റെ വൃത്തി വൈവിധ്യവും അതിൻ്റെ സ്വരൂപവും ഒരേ സമയം വിശ്ലേഷണാത്മകവും സംശ്ലേഷണാത്മകവുമായ ഒരു വിശകലനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് ദാർശനിക ലോകത്തിന് ഗുരു നൽകിയിട്ടുള്ള തനിമയുള്ള ഒരു സംഭാവനയാണ്. അറിവിന്റെ സോപാധികതയും നിരുപാധികതയും ഒരേ അറിവിന് തന്നെ സംഭവിക്കുന്നതാണ്. അഥവാ ഒരേ അറിവിന്റെ അനന്തശക്തിയിൽപ്പെട്ടതാണ്. ഈ 2 ഭാവങ്ങൾ സമ എന്നും അന്യ എന്നും പേര് നൽകിയാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഗുരു സിദ്ധാന്തിക്കുന്ന അദ്വയമായ അറിവ് അന്യയുമല്ല സമയുമല്ല. അത് അന്യസാമ്യമാർന്നുള്ളുരുവിൽ അറിയുന്നവനും കൂടി അമർന്നുള്ള ഒരു ഉണരലാണ്. അത് സോപാധികമോ നിരുപാധികമോ അല്ല. ആത്മോപദേശ ശതകത്തിലെ 36 മുതൽ 42 വരെ ശ്ലോകങ്ങളിൽ നടത്തിയിരിക്കുന്ന ഈ വിശകലനം അറിവിനെ പലതായി വിഭജിച്ചു കാണുന്നതിനല്ല, അതിൻ്റെ അദ്വൈതതയിലേക്ക് നമ്മെ നയിക്കുന്നതിനാണ് സഹായിക്കുന്നത്. ആന്തരിക ഭാവങ്ങളെ ഒരേ സമയം വിശ്ലേഷണം ചെയ്തു മനസ്സിലാക്കുന്നതും സംശ്ലേഷണം ചെയ്ത് ഏകമായി കാണുന്നതുമായ രീതിയാണ് ഗുരു സ്വീകരിച്ചിരിക്കുന്നത്. ഈ വിശകലനം ഭാരതീയ തത്വചിന്തയ്ക്ക് നാരായണ ഗുരു നൽകിയ തനതായൊരു സംഭാവനയാണ്. 32 മുതൽ 42 വരെ ശ്ലോകങ്ങൾ വിശദമായി കഴിഞ്ഞ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചിരുന്നതുകൊണ്ട് ഇവിടെ വിശദമാക്കുന്നില്ല. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വവരിലിരുന്ന് അതിരറ്റഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം.
ഭോക്താവും ഭോഗ്യവിശ്വവും രണ്ടെന്ന പോലെ തോന്നുന്ന തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് വേണം രണ്ടിലും സത്യമായിരിക്കുന്ന ആത്മാവിനെ കണ്ടെത്തി അതാണ് ഞാൻ എന്ന് നിശ്ചയം വരുത്തേണ്ടത്. എന്താണ് വഴി? രണ്ട് അരണികൾ തമ്മിൽ കടയുമ്പോൾ തീയുണ്ടാകുന്നത് പോലെ ഒരു അരണികടച്ചിൽ നടത്തണം. ഭോക്താവും ഭോഗ്യവിശ്വവുമാണ് അരണികൾ. ആ കടച്ചിലിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനാഗ്നി അതിരറ്റതാണ്. അത് ഭോക്താവിനെയും ഭോഗ്യവിശ്വത്തെയും ഒരുപോലെ വിഴുങ്ങിക്കളയും. രണ്ടായി പിരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഭാവങ്ങളെ കരുവാക്കിക്കൊണ്ട് രണ്ടിനും അതീതമായി നിൽക്കുന്ന അറിവിനെ കണ്ടെത്താൻ നടത്തുന്ന ഈ യത്നം തന്നെയാണ് തപസ്. അന്വേഷിക്കുന്നവരിൽ ഒളിഞ്ഞിരിക്കുന്നതും അന്വേഷണത്തിന്റെ സമ്മർദ്ദം കൊണ്ട് വെളിപ്പെട്ടു വരുന്നതുമാണ് അറിവിന്റെ പ്രകാശിതമായി തീരുന്ന ഭാവം. അറിവ് എന്ന പരമസത്യം തന്നെയാണ് ഭോക്താവ് ഭോഗ്യവിശ്വം എന്ന രണ്ട് വശങ്ങളുള്ള പ്രത്യേക അനുഭവമായി തീർന്നിരിക്കുന്നത്. ഈ യോഗരഹസ്യം കണ്ടെത്തിയാൽ എല്ലാ അനുഭവങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഏകമായ സത്യത്തെ കണ്ടെത്തിയതായി തീരുന്നു. അതായത് ഒന്നെന്നും പലതെന്നുമുള്ള വ്യത്യാസം ഇല്ലാതാകുന്നു. എല്ലാവരുമായും എല്ലാമായും ഇരിക്കുന്നത് ആ ഒരു അറിവ് തന്നെയാണ്. ഈ ശ്ലോകത്തിന്റെ ആദ്യ പകുതിയിൽ പറയുന്നത് അന്വേഷകനായ വ്യക്തിക്കുണ്ടാകുന്ന വിവേകാനുഭൂതിയാണ്. അത് അതിരറ്റതാണ്. പരമചിദംബരം വ്യഷ്ടിഗതമല്ല, അത് സമഷ്ടിയായ അറിവാണ്. ഇങ്ങനെ വ്യക്തിയുടെ അനുഭൂതിയും സമഷ്ടിയായി പ്രകാശിക്കുന്ന ഭാനുമാനും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ വരുന്ന ഒരു അദ്വൈത അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയിലാണ് അന്വേഷകരായ നമ്മൾ എത്തേണ്ടത്. നാരായണ ഗുരു നമ്മളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഗുരുവിന്റെ പ്രതിപാദന ശൈലി ഉപനിഷത്തുകളിലെ പോലെ തന്നെ വിരുദ്ധ മുഖങ്ങളെ പരസ്പരം നിരാകരിച്ച് അപരോക്ഷമായ സത്യദർശനത്തിലേക്ക് സാധകനെ നയിക്കുന്ന പ്രതിപാദന ശൈലി ഗുരുവിൽ പ്രകടമായി കാണാം. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തു പുറത്തും ഉജ്ജ്വലിക്കും കരു. അറിയുന്നവൻ എന്ന ആന്തരികവശത്തെയും അറിയപ്പെടുന്നത് എന്ന ബാഹ്യവശത്തെയും ഉജ്ജ്വലിക്കുന്ന അറിവിന്റെ രണ്ടു വിരുദ്ധ മുഖങ്ങളാക്കി കാണുന്നു. അതുപോലെ 96-ാം ശ്ലോകത്തിൽ അണുവും അഖണ്ഡവും അസ്തി നാസ്തി എന്നിങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും അണയും അനന്തരം അസ്തി നാസ്തി എന്നീ അനുഭവവും നിലയറ്റു നിന്നുപോകും. അണു അഖണ്ഡം, അസ്തി നാസ്തി എന്നിവയെ എതിർമുഖങ്ങളായി എടുക്കുന്നു. ഈ വിരുദ്ധ വശങ്ങളെ നിരാകരിച്ച് സാധകൻ അദ്വൈത അനുഭൂതിയിലെത്തുന്നത് അണു അറിവിൻ മഹിമാവിൽ അംഗമില്ലാതണയും, അഖണ്ഡവും അന്ന് പൂർണ്ണമാകും, അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിത് ഘനമിത് മൗന ഘനാമൃതാബ്ധിയാകും എന്ന ശ്ലോകത്തിൽ ഗുരു വ്യക്തമാക്കുന്നു. അറിവിന്റെ വെളിച്ചം കൊണ്ട് ശുദ്ധമാക്കേണ്ട ജീവിത രംഗങ്ങളും താൽപര്യ മേഖലകളും മനുഷ്യജീവിതത്തിൽ ഒട്ടനവധിയാണ്. അവയെ അന്നവസ്ത്രാദികളുടെ തലം മുതൽ അറിവിന്റെ അദ്വൈതത വരെ ഉയർന്നു പോകുന്ന തരത്തിൽ അടുക്കി വച്ച് കാണാവുന്നതാണ്. മനുഷ്യന് താൽപ്പര്യമുള്ള മേഖലകളെന്ന നിലയിൽ ഇവയെല്ലാം ജീവിതത്തിൽ മൂല്യമുള്ളതാണ്. ജീവിതത്തെ സംബന്ധിക്കുന്ന സത്യമറിയാതെ ജീവിതരംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനെ തെറ്റുകളിൽ കൊണ്ടെത്തിക്കും. തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് ഒരൊറ്റ സത്യത്തെ സംബന്ധിക്കുന്ന അറിവിന്റെ വെളിച്ചത്തിലായിരിക്കണം. അത്തരം തിരുത്തലാണ് ഗുരു നടത്തിയത്. ഒന്നിനെയും പുറത്തു നിർത്താത്ത ശാസ്ത്രമാണ് ഗുരുവിന്റെ അദ്വൈത വേദാന്തം. നാരായണ ഗുരു പുനരീക്ഷണം ചെയ്ത് അവതരിപ്പിച്ച വേദാന്തത്തിൽ സകല ശാസ്ത്രങ്ങളും വന്നണയുകയും ഏകത കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ വിരുദ്ധ സ്വഭാവമുള്ള ശാസ്ത്രങ്ങളായാൽ പോലും അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ അവ അറിവിൽ
ഏകത കണ്ടെത്തുന്നു. അവയെ കാണേണ്ടത് കേവലമായ അറിവ് എന്ന ഒറ്റ കേന്ദ്രബിന്ദു സ്വയം പ്രകാശിച്ചപ്പോൾ വശങ്ങളിലേക്ക് ചിതറിപ്പോയ വ്യത്യസ്ത രശ്മികൾ മാത്രമായിട്ടാണ്. അവയെല്ലാം പൊരുളിൽ പ്രകാശാത്മകമാണ്. കാരണം ഏകമായ പരമസത്യത്തിന് അഥവാ അറിവിന് ഏതെല്ലാം രൂപത്തിൽ വ്യാകൃതമായി ഭാസിക്കാൻ സാധിക്കും എന്നതിന് ഒരവസാനവുമില്ല. അങ്ങനെ അവസാനമില്ലാതെ പരന്നുകിടക്കുന്ന താൽപ്പര്യ മേഖലകളിൽ സ്ഥാനം ലഭിക്കാത്ത ഒരു പഠന വിഷയവുമില്ല. ഇക്കാരണത്താൽ നാരായണ ഗുരുവിന്റെ അദ്വൈത ദർശനത്തെ നിലവിലുള്ള ദർശനങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത് ശരിയല്ല. മറിച്ച് സത്യത്തിന്റെ സമഗ്ര സ്വരൂപത്തെ സമഗ്രമായി തന്നെ കാണുന്ന ദർശനമാണത്. എന്നാൽ നിലവിലുള്ള പലതരം ദാർശനിക സമ്പ്രദായങ്ങൾ ചെയ്യുന്നത് സത്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വശത്തിന് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ കാണുകയാണ്. എന്നാൽ ഒരു സമ്പ്രദായത്തിന്റെയും പരിധിക്ക് അകത്ത് ഒതുങ്ങി നിൽക്കാതെ അതിനെല്ലാം അപ്പുറത്തു പോകുന്നതാണ് ഗുരുവിന്റെ അദ്വൈത ദർശനം. യുക്തിഭദ്രമായ ചിന്ത ആനുഭൂതികമായ ദൃഢബോധത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നതും ആനുഭൂതികമായ ദൃഢബോധം യുക്തിഭദ്രമായ ചിന്തയിലൂടെ ശാസ്ത്രീയത കൈവരിക്കുന്നതുമാണ് നാരായണ ഗുരുവിന്റെ ദർശനത്തിൽ കാണുന്നത്. ഗുരുവിന്റെ അദ്വൈത മതം മറ്റേതെങ്കിലും മതത്തിന് എതിരല്ല. ഓരോ മതത്തിനും അഥവാ ദർശനത്തിനും നാരായണ ഗുരുവിന്റെ അദ്വൈത ദർശനമാകുന്ന കൊട്ടാരത്തിൽ സ്വന്തം അറ കണ്ടെത്താൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ പലതായി പിരിഞ്ഞു നിൽക്കുന്ന മതങ്ങളും ഇസങ്ങളുമെല്ലാം പരമമായ സത്യത്തെ സമഗ്രമായി ദർശിക്കുന്നതിൽ വന്ന് ഏകീഭവിക്കുന്ന തരത്തിലുള്ളതാണ് നാരായണ ഗുരുവിന്റെ അദ്വൈത ദർശനം. ഈ അദ്വയമായ സത്യത്തെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ച് ഓരോരുത്തരും അവരവരെ തന്നെ ആ പൊരുളിൽ നിന്ന് അഭേദമായി കാണേണ്ടതെങ്ങനെ എന്നുള്ളതാണ് ഗുരു തൻ്റെ കൃതികളിലൂടെ വ്യക്തമാക്കുന്നത്. നമസ്കാരം.